മീനം രാശിയിൽ കിണർ കുഴിച്ചുകൊണ്ട് അതിന് വെള്ളം കോരി നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. ഒരു കാരണവശാലും ഈ വടക്ക് കിഴക്ക് എന്ന് പറയുന്ന ഈശാന ഭാഗത്ത് നമുക്ക് ഒരു സാധനങ്ങളും വീട് പണിയുമായിട്ട് ഉള്ളത് കൊണ്ട് അവിടെ വെക്കാൻ പാടില്ല. അവിടെ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം. അവിടെ ഹൈറ്റോ വെയിറ്റോ പാടില്ല. നമസ്കാരം. ഏകദേശം 20 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രശസ്ത വാസ്തു ഫുങ്ഷുയി കൺസൾട്ടന്റ് സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്തേ. സാർ, ഈ കിണറിന്റെ സ്ഥാനം മീനം രാശി എന്ന് കേട്ടിട്ടുണ്ട്. അത് എന്താണ് ഈ മീനം രാശി എന്ന് പറയുന്നത്? മീനം രാശി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം വീട് വെക്കാനായിട്ട് ഒരു വസ്തു വാങ്ങിച്ചു, ഒരു 10 സെന്റ് വസ്തു വാങ്ങിച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ 5 സെന്റ് വസ്തു വാങ്ങിച്ചു എന്ന് കരുതുക. അതിനെ നമ്മൾ 12 കളങ്ങളാക്കി തിരിക്കും. ഒരേ അളവിലുള്ള 12 കളങ്ങളാക്കി ആ വസ്തുവിനെ തിരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ കിഴക്ക്, അതായത് നമ്മളിപ്പോ കിഴക്കോട്ട് നോക്കി നിൽക്കുകയാണെന്ന് വെച്ചാൽ വസ്തുവിൽ കിഴക്കോട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റും കൂടെ കൂടിച്ചേരുന്ന ആ ഒരു കോർണർ, അപ്പൊ അതിനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മീനം, മേടം, ഇടവം, അങ്ങനെ ഈ 12 മാസങ്ങൾ അതിനകത്ത് എഴുതും. അതിൽ മീനം എന്ന് പറയുന്ന ആ ഒരു രാശിയിലാണ് നമുക്ക് കിണറിന്റെ സ്ഥാനം. അപ്പോ മീനൻ രാശിയിൽ ഒരു വസ്തു നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ വീട് വെക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ പറമ്പിനെ ഒന്ന് ലെവൽ ചെയ്യുന്നു. ലെവലായിട്ടുള്ള ഭൂമിയാണെങ്കിൽ അങ്ങനെ, അതല്ല അതിന്റെ ഷേപ്പ് വ്യത്യാസമുള്ളതാണെന്നുണ്ടെങ്കിൽ കന്നിമൂല ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കന്നിമൂല ഉയർന്നും കിഴക്കോട്ടും വടക്കോട്ടും ചരിവ് കൊടുത്ത് ഏറ്റവും താന്ന് വടക്ക് കിഴക്ക് മീനൻ രാശി ആക്കിക്കൊണ്ട് ആ പ്ലോട്ടിനെ ആദ്യം നമ്മൾ ലെവൽ ചെയ്യണം. അപ്പൊ ഭൂമി ലെവലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അതിരുകൾ നമ്മൾ തിരിച്ചു, ഭൂമി ലെവലായിട്ട് അതിനെ നമ്മൾ ഈ പറയുന്ന 12 കളങ്ങളാക്കി തിരിച്ചിട്ട് അതിലെ മീനൻ രാശിയിൽ ആ ഭാഗത്ത് നമുക്ക് കിണറെടുക്കാം. അവിടെ കിണർ കുഴിച്ചുകൊണ്ട് വേണം നമ്മൾ വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാനാണ്. അതായത് ആ വസ്തുവിൽ ആദ്യം നമ്മൾ കുഴിക്കപ്പെടുന്ന അല്ലെങ്കിൽ കുഴിയായിട്ട് വരുന്ന സ്ഥലം എവിടെ വരും? മീനൻ രാശിയില്ല. അപ്പോൾ ഈശാന്യം കുഴിഞ്ഞു. അപ്പോൾ ഈശാന്യം കുഴിഞ്ഞു കന്നി പൊങ്ങിയുമാണ് ഇത് നിൽക്കേണ്ടത്. അപ്പൊ ആ രീതിക്ക് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷമാണ് നമ്മൾ വീടിന്റെ സ്ഥാനം എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ വീടിന്റെ സ്ഥാനം എടുക്കുമ്പോഴും കിണറെടുക്കുമ്പോഴും മറ്റൊരു കാര്യം നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറക്റ്റ് ഈ വീടിന്റെ കോഡ് ഈ കിണറ്റിലേക്ക് കുത്തുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് അതും കൂടെ ഒന്ന് മനസ്സിലായിട്ട് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അപ്പം മീനം രാശിയിൽ കിണർ കുഴിച്ചുകൊണ്ട് അതിന് വെള്ളം കോരി നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. അതുപോലെ നമ്മൾ അത് നമ്മൾ വീട് പണിയെ പറ്റി സംസാരിച്ചു വന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഈ വടക്ക് കിഴക്ക് എന്ന് പറയുന്ന ഈശാന ഭാഗത്ത് നമുക്ക് ഒരു സാധനങ്ങളും വീട് പണിയുമായിട്ട് ഉള്ളത് കൊണ്ട് അവിടെ വെക്കാൻ പാടില്ല. അവിടെ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം. അവിടെ ഹൈറ്റോ വെയിറ്റോ പാടില്ല. മനസ്സിലായി? അപ്പൊ അവിടെ വടക്ക് കിഴക്ക് ഭാഗത്ത് പിന്നെ ഒരുപാട് വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് അവിടെ നല്ല മാവ്, പ്ലാവ് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ, നല്ല മാവ്, പ്ലാവ്, അങ്ങനെ പലതരത്തിലുള്ള വൃക്ഷങ്ങൾ ആ ഭാഗത്ത് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ നല്ല ഫലപുഷ്ടിയുള്ളതായിരിക്കും. അതിന് ആ ഒരു ഏരിയയിൽ എന്തുകൊണ്ട് വെച്ചാലും നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും. മാത്രമല്ല ശരിക്കും ഫലങ്ങൾ അതിനകത്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ അവിടെ നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ ദിക്കിൽ നിന്നാണ് നമ്മൾ വീട്ടിലേക്കുള്ള ഊർജ്ജം മൊത്തം കടന്നു വരുന്നത്. ഇതിനെ മൊത്തം സ്വീകരിച്ചുകൊണ്ടാണ് ഇത് വളരുന്നത്. അപ്പൊ പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ അതിന്റെ ഒരു എനർജി നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള തടസ്സങ്ങൾ, വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെ ഭാരം വെക്കാനോ മറയ്ക്കാനോ മറ്റു നിർമ്മിതികളോ പാടില്ല. മനസ്സിലായില്ലേ? കാറ്റും വെളിച്ചവും തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും അവിടെ പാടില്ല. അപ്പൊ നമ്മൾ പണി ചെയ്യുമ്പോൾ അവിടെ അത്തരത്തിലുള്ള ഒന്നും പാടില്ല. അവിടെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വൃക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. സാർ, അതുപോലെ ഇപ്പൊ വീടിന്റെ പുറത്ത് തന്നെ ഇപ്പം പെറ്റ്സൊക്കെ ഉള്ളവരാണെങ്കിൽ പട്ടിക്കൂട് അല്ലെങ്കിൽ തൊഴുത്ത്, ഇതിനൊക്കെ സ്ഥാനമുണ്ടോ? തീർച്ചയായിട്ടും ഫുങ്ഷുയിൽ പറയുന്നുണ്ട്, വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ് കോർണറിൽ നമുക്ക് പട്ടിക്കൂട് ചെയ്യാം എന്ന് പറയുന്നു. ഇപ്പോൾ പല വീടുകളിൽ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ ഒരുപാട് വീടുകളിൽ ഈശാന്യത്തിലും പിന്നെ ഈ പറയുന്ന അഗ്നികോണിലൊക്കെ പട്ടിക്കൂടുകൾ വെക്കുന്നുണ്ട്. അതൊക്കെ ഒരു കാരണവശാലും നല്ലതല്ല. പട്ടിക്കൂടിന്റെ ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് കോർണറാണ്. അതുപോലെ തൊഴുത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് കോർണർ നല്ലതാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിൽ അതൊക്കെ തന്നെ ഈ കന്നുകാലികൾ തെക്കോട്ട് നോക്കി നിൽക്കുന്നത് നല്ലതല്ല. ഒന്നുകിൽ അതിന് വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ആയാലും കുഴപ്പമില്ല, പക്ഷെ തെക്കോട്ട് നോക്കി നിർത്തരുത് എന്നും പറയുന്നു. അപ്പൊ ഇത് പറഞ്ഞതിന്റെ മറ്റൊരു കാര്യം കൂടെ പറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലവ് ബേഴ്സ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഇതുണ്ടല്ലോ. അപ്പം അത് പല വീടുകളിലും നമുക്കുള്ളതായിട്ട് കൺസൾട്ടിങ് പോകുമ്പോൾ കാണാറുണ്ട്.
അത് യഥാർത്ഥത്തിൽ നല്ലതല്ലെന്നാണ് ഫുങ്ഷയിൽ പറയുന്നത്. കാരണം ഇവരെ കൂട്ടിലടച്ചാണ് വളർത്തുന്നത്. അപ്പൊ അവരുടെ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ പലർക്കും ഉണ്ടല്ലോ. അത് അവിടെ ചെന്നെത്താൻ പറ്റാത്തൊരവസ്ഥ അവരുടെ ജീവിതത്തിലേക്ക് ഇത് മൂലം ഫോളോ ചെയ്യും. അപ്പൊ ലവ് ബേർഡ്സ് വീട്ടിൽ പാടില്ല എന്നാണ് ഫുങ്ഷയിൽ പറയുന്നത്. അതെ, എനിക്ക് ഒരുപാട് വീടുകളിൽ വളർത്തുന്നുണ്ടല്ലേ ഇപ്പൊ. ഉണ്ട്. അതൊരു ട്രെൻഡ് പോലെ ആയിരിക്കും. അതിന് പല വീടുകാരും ചോദിക്കുന്നുണ്ട് ലവ് ബേർഡ്സ് നമുക്ക് എവിടെ വെക്കട്ടെ എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മളൊരു സ്ഥാനം പറയുന്നില്ല. കാരണം ഇങ്ങനൊരു ഇത് ഫുങ്ഷയിൽ പറയുന്നത് കൊണ്ടാണ് അതിനത് ഒഴിവാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് വീടിന്റെ പുറത്ത് നമ്മൾ പണിയുന്ന കിണർ, അതുപോലെ പട്ടിക്കൂട്, തൊഴുത്ത്, ഇതിനൊക്കെ ഇന്ന സ്ഥാനങ്ങളുണ്ട്, അത് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നാണ് സാറ് നമുക്ക് ഈ എപ്പിസോഡിൽ പറഞ്ഞു തന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നതെല്ലാം കമന്റ്സിലൂടെ അറിയിക്കുക. അത് വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾ കാണുക, അത് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ സാറിനെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളവർക്ക് കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള എപ്പിസോഡുകളിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.